Hi, hello and welcome to IAS Factor. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് 18th October. ഇന്നും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ ഒരുപാട് ന്യൂസ് ഉണ്ടാവും. സോ ഒരു കാര്യം കൂടെ ആസ്പിരൻസിനോട് പറയാം. ഞാൻ ഈ സെക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സ് കോഴ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എത്രത്തോളം ടോപ്പിക്കുകൾ എത്രയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും ഒക്കെ സംഭവിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒരു നല്ല UPSC ആസ്പിരന്റ് ഒരു നല്ല സെൽഫ് സ്റ്റഡിയും കൂടെ നടത്തുന്ന ആളായിരിക്കണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും കൂടെ ഉണ്ടാവണം. ഞാൻ ഇതിൽ ചില ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ഡെയിലി നമുക്ക് പഠിക്കാൻ ഒരു ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്ക് ഡെയിലി എല്ലാം പഠിച്ച് കണ്ടെത്തണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ആഴ്ച തന്നെ നമ്മളിങ്ങനെ ഒരുപാട് കൂട്ടി വെക്കാണ്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ ഇന്നൊരു മണിക്കൂർ ഇന്ന് നമുക്ക് ഇത്രയും ടോപ്പിക്ക് കിട്ടി, കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ഐഡിയയും കൂടെ നമുക്ക് കിട്ടി. അതൊന്ന് നമുക്ക് തന്നെ കണ്ടുപിടിച്ച് ഒന്ന് നോട്ട് ഉണ്ടാക്കി അതൊക്കെ ഒന്ന് നമ്മൾ പഠിച്ചോർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്നുള്ള ഒരു സജഷനും കൂടെ ആദ്യമേ തരികയാണ് ഞാൻ. സോ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി എ ടീം വർക്ക്. ഈ കറണ്ട് അഫയേഴ്സിന്റെ മാക്സിമൈസേഷൻ നമുക്ക് ടീം വർക്കിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ലെറ്റ്സ് ക്വിക്ലി മൂവ് ഓൺ ടു ദി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹിയർ. സുപ്രീം കോർട്ട് പിന്നെയും അപ്ഹെൽഡ് ചെയ്യുകയാണ്. സെക്ഷൻ 6A ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് സുപ്രീം കോടതി പിന്നെയും പറയുന്നത്. കാരണം ഇന്നലത്തെ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് അസാം അക്കോർഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളാണ് നമ്മൾ ഇന്നലെ എടുത്ത് പ്രധാനപ്പെട്ട പറഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ട്. അതായത് അസാമിൽ 1985 തന്നെ അസാം അക്കോർഡ് ഉണ്ട്. രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് സമയത്ത് തന്നെ സൈൻ ചെയ്തതാണ് അസാം അക്കോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് ആക്ടിൽ 6A സെക്ഷൻ 6A എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സെക്ഷനും കൂടെ ആഡ് ചെയ്ത് ചേർക്കുകയാണ് അവിടെ ഉണ്ടായത്. സോ വൈ? ബിക്കോസ് ഇപ്പൊ അസാമിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇല്ലീഗൽ മൈഗ്രൻസ് അവിടെ വെക്കുന്നുണ്ട്. ഇത് സുപ്രീം കോടതിയിലാണെങ്കിൽ പോലും വെൻ ദിസ് ജഡ്ജ്മെന്റ് കെയിം അപ്പോൺ, ഇത് 4:1 മെജോറിറ്റി ജഡ്ജ്മെന്റിലാണ് പോയത്. ഇന്ന് ഇതിന്റെ നാഷണൽ ന്യൂസിൽ ദർ ഇസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ് ന്യൂസ്. ഒരു ജഡ്ജ് ഇത് ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത് ബംഗ്ലാദേശി ഇല്ലീഗൽ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള ഒരു റൈറ്റ് വന്നു പോവാണ്. സോ സുപ്രീം കോടതിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി മെജോറിറ്റി എടുക്കും. പക്ഷെ ഒരു ജഡ്ജ് ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ 6A തെറ്റാണെന്നാണ് ആളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ, കാരണം അസാം അക്കോർഡ്, അപ്പോൾ ഇത്രയും മൈഗ്രൻസ് ബംഗ്ലാദേശിൽ നിന്ന് അസാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ ഇന്നലെ നോക്കിയ പ്രധാനപ്പെട്ട കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ നോക്കിയതാണ്. ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. January 1, 1966 ഉണ്ടെങ്കിൽ അവർ സിറ്റിസൺസ് ആണ്. ഇതിനുള്ളിൽ അവിടെ നിന്ന് ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ടെങ്കിൽ സിറ്റിസൺസ് ആണ്. ഇനി ചെറിയൊരു വ്യത്യാസം, March 25, March 25, 1971 ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പ്രൊസീജിയേഴ്സിന് വേണ്ടി വരും സിറ്റിസൺ ആവാൻ. വോട്ട് ചെയ്യാനൊക്കെ പറ്റില്ല, കുറെ 10 വർഷം കഴിഞ്ഞേ പറ്റുള്ളൂ. ഇതിനുശേഷം വന്നവർ സിറ്റിസൺസ് അല്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ മതി. ഇത് സുപ്രീം കോടതി ജസ്റ്റിഫൈ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഈ 71 എന്ന് പറയുന്ന ഒരു ടൈം ഒരു ജസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. ബിക്കോസ് ജസ്റ്റ് അനലൈസ് ദ 1971 വാർ, ഇന്ത്യ പാകിസ്ഥാൻ വാറിന് ശേഷമാണല്ലോ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ ഓഫ് ബംഗ്ലാദേശ് വന്നത്. 71 ശേഷമാണല്ലോ ബംഗ്ലാദേശ് വരുന്നത്. അപ്പൊ ഈ സമയവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാനുള്ള റൈറ്റ് ടൈം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും സമയം കൊടുത്തില്ലെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആകും എന്നാണ് അത് പറയുന്നത്. ഇതെല്ലാം ബോർഡർ ഷെയറിംഗ് സ്റ്റേറ്റുകളാണല്ലോ മേജോറിറ്റി എല്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു ജസ്റ്റിസ് മാത്രം വിശ്വസിക്കുന്നു ഇത് തെറ്റാണ്. കാരണം ഇത് ബംഗ്ലാദേശ് ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവരെന്തായാലും വോളണ്ടിയർ സിറ്റിസൺഷിപ്പ്, എന്തായാലും വോളണ്ടിയർ റിപ്പോർട്ടിംഗ് ചെയ്യില്ല. വോളണ്ടിയർ ആയിട്ട് അവർ തന്നെ വന്നിട്ട് ഞാൻ ബംഗ്ലാദേശുകാരനാണ് അപ്പൊ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കൂ എന്ന് പറയില്ല. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ ആ ആർട്ടിക്കിളിലേക്ക് വരും. സോ ഇറ്റ് ബിക്കംസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഇസ് എ ബംഗ്ലാദേശി ആൻഡ് ഹൂ ഇസ് എ ഇന്ത്യൻ ആൻഡ് ത്രോ ദം ഔട്ട്. അത് സ്റ്റേറ്റ്. അപ്പൊ ഇത് സുപ്രീം കോടതി തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. സോ ഇതാണ് ഇന്നത്തെ മേജർ കേസിന്റെ സുപ്രീം കോടതി സപ്പോർട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത്. പിന്നെ ഹമാസ് ലീഡറിനെ കീപ്സ് കമ്മിങ്. ഹമാസിന്റെ ലീഡറിനെ ഗാസ ഇസ്രായേലി മിലിറ്ററി അസാസിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എടുത്ത് കൗണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് എത്ര ആൾക്കാരെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സെന്റർ ടു ഡിസ്ട്രിബ്യൂട്ട് 1600 tons ഓഫ് അണിയൻസ്. ഈ ഓണിയൻ പ്രൈസും ടൊമാറ്റോ പ്രൈസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വില കൂടും. ഇപ്പൊ ഗവൺമെന്റ് ഇടപെട്ടേ പറ്റുള്ളൂ. ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് അണിയൻ പ്രൈസസ് ഇടയ്ക്കിടയ്ക്ക് കൂടും. ഈ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഏറ്റവും വലിയ സംഭവം നോക്കേണ്ടത്, ചില സമയത്ത് നമ്മൾ പണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരെ കൊണ്ടുവരും. കാരണം അണിയൻസ് ഇല്ലാണ്ടാവും അവിടെ. അത് കുറേയൊക്കെ ബ്ലാക്ക് മാർക്കറ്റിംഗും ഉണ്ട്. പൂഴ്ത്തി വെപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കുറെ ഇങ്ങനെ പൂട്ടി വെക്കും, പിന്നെ നമ്മൾ മാറ്റി ഇടുന്നില്ലേ.
സോ ഇത് ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഓണിയൻസിന്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും ഇൻഫ്ലേഷൻ വരുന്ന ഒരു സംഭവത്തിന്റെ ന്യൂസ് ആണ് പറയുന്നത്. പിന്നെ ബാക്കിയെല്ലാം പരസ്യമാണ് മൊത്തം പോയിരിക്കുന്നതെല്ലാം. സോ പരസ്യം കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്റ്റേറ്റ് വാർത്തയിലേക്ക് കടക്കുമ്പോൾ ലെറ്റ്സ് ചെക്ക് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ന്യൂസ്. യെസ്, ഇതിനകത്ത് നോക്കുമ്പോഴും ലെറ്റ്സ് ഡിസ്കസ്. ഇതിൽ ആക്ടർ തമന്നേനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്വിസ് ചെയ്തെന്നാണ് പറയുന്നത്. നമുക്ക് UPSC എന്തായാലും ആക്ടറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ലെങ്കിലും ഇവിടെ എന്തിനാണെന്ന് വെച്ചാൽ ഫോർ മൈനിങ് ബിറ്റ് കോയിൻസ് ആൻഡ് ക്രിപ്റ്റോ കറൻസീസ്. ഇപ്പൊ എല്ലാവരും അതിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിറ്റ് കോയിൻ മൈനിങ്. അപ്പൊ ഇത് പഴയ ഒരു ടോപ്പിക്കാണ്. ഇത് പണ്ടൊക്കെ ആൾക്കാർ വളരെ 10 വർഷമായിട്ടൊക്കെ എല്ലാവരും അറിയുന്ന കോൺസെപ്റ്റ് ആണെങ്കിലും നിങ്ങൾ UPSCക്ക് ഇതുവരെ നിങ്ങൾ വെറുതെ ബിറ്റ് കോയിൻ എന്താണ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് അപകടമാണ്. ബിക്കോസ് UPSC കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇമ്മീഡിയറ്റ്ലി ചോദിക്കുകയാണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബിറ്റ് കോയിൻസ്. 3 സ്റ്റേറ്റ്മെന്റ് തരികയാണ്. ബിറ്റ് കോയിൻസ് ഇങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്, ഈ ടെക്നോളജി ഇങ്ങനെയാണ് പറയുന്നത്. RBI ബിറ്റ് കോയിൻസിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. RBI ഹാസ് അപ്രൂവ്ഡ് ദ വാലിഡിറ്റി ഓഫ് ബിറ്റ് കോയിൻസ് ഇൻ ഇന്ത്യ. എന്നിട്ട് ഓപ്ഷൻ ചോദിക്കുകയാണ് 1 and 3, 2 and 3, 1 only, all of the above, 1, 2, 3 എന്ന് ചോദിച്ചാൽ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് സിറ്റുവേഷൻ ആണ്. ഞാനത് അപകടം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ കോൺസെപ്റ്റ് നമുക്ക് തോന്നും നമുക്കറിയാമെന്ന്, പക്ഷെ നമുക്കറിയില്ല. സോ എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ളത് അറിയില്ലെങ്കിൽ എന്തൊക്കെയോ അറിയാൻ വേണ്ട. അതെന്തോ ഒരു ഡിജിറ്റൽ കോയിൻ ആണ്, അത് വെച്ച് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതല്ലാതെ എന്താണ് ശരിക്കും ബിറ്റ് കോയിൻ, വാട്ട് ഈസ് ബിറ്റ് കോയിൻ മൈനിങ്. നമുക്ക് തോന്നും ഇങ്ങനെയാണ് പകുതി തോൽവിയുടെ പ്രധാന കാര്യം. പലതും നമുക്ക് തോന്നും നമുക്കറിയാം, പക്ഷെ നമുക്കൊന്നും അറിയില്ല. സോ ബിറ്റ് കോയിൻ മൈനിങ് എന്താണ്, ക്രിപ്റ്റോ കറൻസി എന്താണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ബിറ്റ് കോയിൻ മാത്രമേ ഉള്ളൂ. വാട്ട് അബൌട്ട് ലൈറ്റ് കോയിൻ, ഡോജ് കോയിൻ, ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് കോയിൻസ് ഇല്ല. അപ്പൊ അതൊക്കെ ഏത് കോയിൻസ് ആണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് ഇതെന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. അപ്പൊ അതും കൂടെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ അതിലാണ് ഈ ന്യൂസിൽ ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൊരു കാര്യം. പിന്നെ പ്രധാനപ്പെട്ട ഇത് 2 accused in ബഹരിയാജ് മർഡർ കേസ്. ഇത് അത് തന്നെയാണ് മറ്റേ വിജയദശമിയുടെ ദുർഗാ പൂജയ്ക്ക് പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെടിവെപ്പ് ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടായി, ഹിന്ദു മുസ്ലിം ഇഷ്യൂസ്. അവർ പതുക്കെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തു. അതായിട്ട് ബന്ധപ്പെട്ട ഒരു എൻകൗണ്ടർ ഒക്കെയാണ്. അപ്പൊ അതിൽ കൂടുതൽ കാര്യമില്ല. ഇനി പോളിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയുണ്ട്. ഇതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. JNK ഹൈക്കോർട്ട് ടു ഹിയർ പ്ലീ അഗെയിൻസ്റ്റ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് പവർ ടു നോമിനേറ്റ് 5 MLAs. ഇത് സുപ്രീം കോടതിയിലേക്ക് പോയതാണ്. അവർ ഹൈക്കോർട്ടിലേക്ക് റീഡയറക്ട് ചെയ്ത് ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലുണ്ടാവും. ബിക്കോസ് കാശ്മീർ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അല്ല, ജമ്മു ആൻഡ് കാശ്മീർ. സോ JNK എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പൊ യൂണിയൻ ടെറിട്ടറിയിലേക്ക് നമ്മൾ ഇലക്ഷൻ നടത്തി. ഈ ഇലക്ഷൻ നടത്തുമ്പോൾ ജമ്മുവിൽ ഇത്ര സീറ്റും എല്ലാം കൂടെ 90 സീറ്റ്, ഏതാണ്ട് 90 സംതിങ് സീറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. 90 ജമ്മു കാശ്മീരും കൂടെ കേട്ട് ഇത്ര സീറ്റ്സ് ഉണ്ട്. ഇതിൽ ലെഫ്റ്റനന്റ് ഗവർണറിന്, പ്രസിഡന്റിന് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന പോലെ ലെഫ്റ്റനന്റ് ഗവർണറിന് 5 ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഓൾറെഡി POK ഏരിയയിലുള്ള ഒരാള്, വിമൻ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഒരു റിസർവേഷൻ ഉള്ള ആള്, അങ്ങനത്തെ ഒരു 5 പേരെ നമുക്ക് അവർ കൊണ്ടുവരാൻ പറ്റും. POK മൈഗ്രന്റ് ആയിട്ട് വരുന്ന ആള്, കശ്മീരി പണ്ഡിറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 5 പേരെ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 5 members ടു ദ യൂണിയൻ അസംബ്ലി, 5 പേരെ നോമിനേറ്റ് ചെയ്യാം. ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യുന്ന പവർ ലെഫ്റ്റനന്റ് ഗവർണർക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രമല്ല, ശരിക്കും ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റൈറ്റി ഉണ്ടല്ലോ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണല്ലോ നമ്മുടെ മിക്ക നിയമങ്ങളും പോകുന്നത്. അപ്പൊ ഈ ലെഫ്റ്റനന്റ് ഗവർണർ തനിക്ക് ഇഷ്ടമുള്ള 5 പേരെ തിരഞ്ഞെടുക്കുന്നത് ഏത് ബേസിസിലാണ്? അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ ഇതാണ് കേസ് പോയിരിക്കുന്നത്. എങ്ങനെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക? സോ ഡോണ്ട് യു തിങ്ക് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന്? ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എഗൻസ്റ്റ് അല്ലേ? ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് ചോദിക്കുന്നത്. അതേ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം ഇതിനെല്ലാം പവർ കൊടുക്കുന്നത് JNK റിയോർഗനൈസേഷൻ ആക്ട് 2019 ആണ്. ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം JNK റിയോർഗനൈസേഷൻ ആക്ട് 1970 ഉണ്ട്. അപ്പൊ ഈ ആക്ട് എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ബേസിസിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. സോ ഇതൊക്കെ ഈ കേസ് കൊടുത്ത ആൾ പറയുന്നത് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ ആണ്, ഇത് ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യും, ഇറ്റ് വയലേറ്റ്സ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇനിയും ഞാൻ പൊളിറ്റിയിലേക്ക്, നമ്മൾ പറഞ്ഞില്ല ഈ ഒരു ആർട്ടിക്കിൾ, ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് അല്ല വിചാരിക്കുന്നത്. ഇതിന്ന് ബാക്കിലേക്ക് പോകേണ്ട കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷനിലെ
ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്യുന്നത്. ഇനി നാളെ പ്രിലിംസിന് ഒരു ചോദ്യം വരികയാണ്, എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോളിറ്റി എന്ന ചോദ്യമാണ്. നോ, ഇറ്റ്സ് ആക്ച്വലി റീഡയറക്റ്റഡ് ഫ്രം ദ കറണ്ട് അഫയേഴ്സ് ഏരിയ. സോ ബേസിക് സ്ട്രക്ചർ അഗെയിൻ എങ്ങനെയാണെന്നുള്ളതും ഇത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ പിന്നെ കങ്കണയുടെ പുതിയ സിനിമ വരുന്നുണ്ട്, എമർജൻസി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ദിരാഗാന്ധിനെ കാണിക്കുന്നുണ്ട്, അതിൻ്റെതായ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട വേറെ കാര്യമൊന്നുമല്ല. നമ്മൾ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്, അന്ന് നമ്മൾ പറഞ്ഞതാണ് വാട്ട് എസ് CBFC എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഈ ബോഡി ഏതാണെന്നുള്ളത് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. നാളെ ചോദിക്കാം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് CBFC. ഒന്ന്, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇത് എഡിറ്റിംഗ് അല്ലെങ്കിൽ സെൻസറിങ് പോലത്തെ കാര്യങ്ങളുടെ ഫൈനൽ അതോറിറ്റി ഇതാണ്. ഈ CBFCയുടെ വേർഡിക്റ്റ് സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ അപ്പലേറ്റ് ഹയർ കോർട്ടിൽ വാലിഡിറ്റി ഉണ്ടോ, അതിന് എഗെയിൻസ്റ്റ് റിഡ്രസലിന് പോകാൻ പറ്റുമോ, നമുക്ക് അപ്പീൽ പോകാൻ പറ്റുന്ന വിധികളാണോ ഇത് എടുക്കുന്നത് എന്നൊക്കെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ പറയും നമ്മൾ CBFC നമ്മൾ തോക്കുന്നതിന്റെ പ്രധാന കാര്യം ഒന്നതാണ്. CBFC നമുക്കറിയാം, അതെന്തോ സെൻട്രൽ ബോർഡ് ഓഫ് അതെന്നെ കാര്യം അറിയാം. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് അറിയില്ല. ഇന്ത്യയുടെ അവസാന സെൻസറിങ് ചെയ്യുന്ന ബോഡിയുടെ ഇൻട്രസ്റ്റിംഗ് ജോലിയാണെന്ന് അറിയില്ല. ഇവിടെ നിന്നൊരു വിധി വന്നാൽ അത് അപ്പീൽ പോകാൻ പറ്റുന്നതിന്റെ റൈറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ മൊത്തത്തിൽ നമുക്ക് പോയില്ല. സോ CBFC എന്താണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് പഠിക്കേണ്ടത്. ഓക്കെ. ആൻഡ് പിന്നെ തമിഴ്നാട് ഫയൽസ്, ഈഷ ഫൗണ്ടേഷൻ, സദ്ഗുരുവിന്റെ ഈഷ ഫൗണ്ടേഷനെതിരെ ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് പോലീസ് തന്നെ ഒരുപാട് കേസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് സെൻസസ് ആണ്. എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് സെൻസസ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം കുറേ കാലങ്ങളായിട്ട് കാസ്റ്റ് സെൻസസ് വേണം, ബീഹാറിൽ കാസ്റ്റ് സെൻസസ് വേണം എന്ന് പറയുമ്പോൾ യു ഷുഡ് അൾട്ടിമേറ്റ്ലി നോ വാട്ട് ഇസ് ദിസ് കാസ്റ്റ് സെൻസസ്. എന്തിനാണ് കാസ്റ്റ് സെൻസസ് വേണ്ടത് എന്നാണ് ചോദ്യം. നമുക്ക് എന്തിനാണ് കാസ്റ്റ് സെൻസസ്? ഒരു കാസ്റ്റ് സെൻസസ് നടത്തിയ എത്ര ആൾക്കാർ, ഇറ്റ് ഇസ് കോൾഡ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സർവേ. ഇതാണ് സോഷ്യോ എക്കണോമിക് എഡ്യൂക്കേഷൻ സർവേ. ഓരോ കാസ്റ്റുകൾ എവിടെ നിൽക്കുന്നു, അത് അപ്പോൾ ഒരു കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നതാണ് അവർ പറയുന്നത്. പക്ഷെ കുറെ ആൾക്കാർ പറയുന്നത് അത് ഡേഞ്ചറസ് ആണ്, അത് പിന്നെയും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുപിടിച്ചെടുക്കുമ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിനെ പിന്നെ ഊട്ടി ഉറപ്പിക്കുകയാണെന്നാണ്. അപ്പോൾ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം, കാസ്റ്റ് സെൻസസ് നല്ലതാണോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ വേറൊന്നുമല്ല, കാസ്റ്റ് സെൻസസിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ട് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ലിംഗായത്ത് കമ്മ്യൂണിറ്റി. ഇത് ഹിസ്റ്ററി പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യം വരാവുന്നത്, എന്താണ് ലിംഗായറ്റ്സ്? ശിവ വഷിപ്പസ് ആണോ? മെഡിവൽ ലിംഗായറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ വൊക്കലിഗാസ്, ദ വൊക്കലിഗാസ് ഓഫ് തമിഴ്നാട് ആൻഡ് കർണാടക, ചെറിയ രീതിയിൽ വൊക്കലിഗാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. സോ ഇതിൽ തന്നെ ഉണ്ട് വീരശൈവ ലിംഗായത്ത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് വൊക്കലിഗ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി കാസ്റ്റ് സെൻസസ് അവർ നടത്തിയിരുന്നതാണ്. ഇപ്പൊ ഇവർ പറയുന്നതാണ്, കണ്ടോ, കാസ്റ്റ് സെൻസസ് കഴിയുമ്പോൾ പ്രശ്നം പറയുന്നതാണ്. ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി പറയും, ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് മുഴുവൻ തെറ്റാണ്, ഞങ്ങൾക്ക് ഇത്രയൊന്നും അല്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസും ഞങ്ങളുടെ റൈറ്റ് ഒന്നും ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തെറ്റാണെന്നില്ലേ. അപ്പൊ ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് കാസ്റ്റ് സെൻസസിൽ എപ്പോഴും കയറി വരും. സോ ബിവെയർ ഓഫ് ദ കാസ്റ്റ് സെൻസസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഓർത്തിരിക്കുക. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്തയാണ്, ഇത് എത്രത്തോളം നടപ്പിലാവുമെന്ന് എനിക്കറിയില്ല. ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഉത്തരാഖണ്ഡിലെ മദ്രാസസ്, അവിടെയുള്ള മദ്രസാസ് റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് മദ്രസയിൽ ഇനി മുതൽ സംസ്കൃതം കൂടെ കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. എത്രത്തോളം മദ്രസേസ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ദ ബോർഡിന്റെ ചെയർമാൻ മുഫ്തി ഷമൂം കാസ്മിയാണ്. ഇഫ് യു ഗെറ്റ് ദ ഗോ ഹെഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ഞങ്ങൾ സംസ്കൃതം കൂടെ കൊണ്ടുവരാം, കാരണം സംസ്കൃതം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പാസ്റ്റും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. മദ്രസേസിൽ 400 മദ്രസേസിൽ സംസ്കൃതം കൊണ്ടുവരാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അത് അവിടുത്തെ മദ്രസയുടെ ബോർഡ് ചെയർമാൻ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താവും എന്നറിയില്ല, ഇതൊക്കെ പോസിബിൾ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പം അത്രയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള വാർത്തകൾ. പിന്നെ എല്ലാം പരസ്യം കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ട്ലി പരസ്യമൊക്കെ കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ എഡിറ്റോറിയലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിനകത്തൊരു എഡിറ്റോറിയൽ ഉണ്ട്, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. കാരണം ഗൂഗിളിന്റെ ഒരു റിലേറ്റഡ് ന്യൂസ് ആണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട 2-3 കോൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ആന്റി ട്രസ്റ്റ് ലോ? ഡെഫിനറ്റ് ആയിട്ട് എന്താണ് ഈ ആന്റി ട്രസ്റ്റ് ലോ എന്ന് പറയുന്നത്? ഈ ഒരു ലോ ഇന്ന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്. ഇന്ന് 7 മണിക്ക് ലൈവ് ആണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്കുകൾ എടുക്കാൻ പറ്റുന്നതാണ്. യു ക്യാൻ ജോയിൻ ഫോർ ദ കോഴ്സ് ഓൾസോ. അപ്പൊ ഇതിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ ആന്റി ട്രസ്റ്റ് ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എങ്ങനെയാണ് ഗൂഗിള്, ഇതിൽ വേറൊന്നുമല്ല, ഈ ആന്റി ട്രസ്റ്റ് ലോ എന്ന് പറയുന്നുണ്ട്, അതേപോലെ ഗൂഗിൾ ടാക്സ് എന്നും കൂടെ പറയുന്നുണ്ട്. എഡിറ്റോറിയലായിട്ട് ഞാൻ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൂഗിൾ ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് കൂടെ പറയുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല,
നമ്മളെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്നാണല്ലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, പ്ലേ സ്റ്റോർ മാത്രമല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്, വേറെയും ഒരുപാട് സ്റ്റോറുകളുണ്ട്. ആമസോൺ സ്റ്റോർ ഉണ്ട്, സാംസങ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഈ പ്ലേ സ്റ്റോർ ഗൂഗിളാണ് ഇത് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ആക്ച്വലി നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ ആപ്പ് ഡെവലപ്പേഴ്സിനൊക്കെ ഇതിനകത്ത് ആപ്പ് കൊണ്ടുവരുമോ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കമ്മീഷനാണ് ഗൂഗിൾ എടുക്കുന്നത്. ഈവൻ ഇൻ ആപ്പ് പർച്ചേസ്, ഇപ്പോൾ നിങ്ങളൊരു ഗെയിം കളിക്കുകയാണ്, നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് 4 ലൈഫ് ഉണ്ട് കളിക്കാൻ. നിങ്ങൾ ഈ 4 ലൈഫും നിങ്ങൾ ഔട്ടായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് 2 ദിവസം കളിച്ചിട്ടാണ് ഇവിടം വരെ ഒരു 12ാമത്തെ സ്റ്റേജിൽ എത്തിയത്. ഇതിന് ഒന്നേന്ന് കളിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 10 ലൈഫ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 300 രൂപയേ ഉള്ളൂ 10 ലൈഫിന്. എത്രയോ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ഈ 10 ലൈഫ് നിങ്ങൾ 300 രൂപ കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ ഈ 300 രൂപ നമുക്ക് പോകുന്നതെല്ലാം ആപ്പ് പർച്ചേസ് ആണ്, ഇൻ ആപ്പ് പർച്ചേസ് ആണ്. ദാറ്റ്സ് കോൾഡ് ഇൻ ആപ്പ് പർച്ചേസ്. നമ്മൾ ഇൻ ആപ്പിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പർച്ചേസിനൊക്കെ ഈ കമ്പനിയും ഗൂഗിളും തമ്മിലാണല്ലോ ടൈപ്പ് വരുന്നത്. ഗൂഗിൾ ഭയങ്കരമായ, അതാണ് ഗൂഗിൾ ടാക്സ് എന്ന് പറയുന്നത്, ഭയങ്കരമായ പൈസയാണ് കമ്പനീസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. സോ ആപ്പ് ഡെവലപ്പേഴ്സിനും സാധാരണ കമ്പനീസിന് നമുക്ക് ഭയങ്കര ഹൈ കോസ്റ്റിലൊക്കെ ഇത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സോ ഇത് US-ന്റെ ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഈ ആന്റി ട്രസ്റ്റ് ലോ, ഗൂഗിൾ ടാക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. പക്ഷെ എന്നാലും റഫ്ലി ഒരു ഐഡിയ, ഇതൊരു ഗെയിമിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു എപ്പിക് ഗെയിംസും ഇവരും തമ്മിലുള്ള ഗൂഗിൾ അവരെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാർജ്ലി അറിയേണ്ടത് ഞാൻ ഈ പറഞ്ഞ ആന്റി ട്രസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഞാനുള്ളൂ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ഇതും ജസ്റ്റ് ഇങ്ങനെ 2 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റോറിയൽ അല്ല. ഇത് ശരിക്കും ഒരു ക്ലാസ് കോൺസെപ്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. എന്താണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം, UBI? ശരിക്കും ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ UBI വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇതും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാം. UBI എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. ഇത്രയും വിചാരിക്കും, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഗവൺമെന്റ് പൈസ അയച്ച് എന്ത് രസമായിരിക്കും അല്ലേ? അതായത് നിങ്ങളുടെ എല്ലാവരുടെയും ഗവൺമെന്റ് ഇവിടെ ഉണ്ട്, എല്ലാ ആൾക്കാരുടെയും അക്കൗണ്ടിൽ മാസം കൃത്യമായിട്ട് പൈസ വരും. ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതി. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മിനിമം ഇൻകം കിട്ടും. പക്ഷെ ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്തിൽ ഇത് പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം, എന്താണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. പക്ഷെ ഇന്ത്യയിൽ ഓൾറെഡി ഇതേപോലത്തെ UBI സിമിലർ ഉണ്ട്. നമ്മുടെ ജാം എന്ന് പറയുന്ന 2006 ജൻധൻ യോജന ആധാർ ആൻഡ് മൊബൈൽ എന്ന് പറയുന്ന ജാം 2016 ഗവൺമെന്റ് കൊണ്ടുവന്നു. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ്. അഗ്രികൾച്ചർ റിലേറ്റഡ് സ്കീംസിന് ഇതേപോലെ മാസം പൈസ അയച്ചു കൊടുക്കാറുണ്ടല്ലോ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ, ഫാമേഴ്സിന്റെ ഒക്കെ അക്കൗണ്ടിൽ പൈസ വരും. സോ എന്തെങ്കിലും കാരണവശാൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ വരുന്നത് ഇന്ത്യ നല്ലതാണോ? ഈ UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ വർക്ക് ചെയ്യൂ? ഇന്ത്യയിൽ ഏത് വേർഷൻ ഓഫ് UBIയുടെ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് വേർഷൻ ആയിരിക്കും ഇന്ത്യയിൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഈ ആർട്ടിക്കിൾ മൊത്തം ഇതിനെ കുറിച്ചിട്ടാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. UBI എന്താണ്, യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ അത് UBI ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നതല്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ UBI എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നും why it is not feasible or why is it feasible for a country like India എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ് ഇന്ത്യസ് SDG ഫോക്കസ് ആൻഡ് ഇറ്റ്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇഷ്യൂ. ഇത് കുറച്ചും കൂടെ ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പൊ എടുത്തു നോക്കേണ്ടത് എന്താണ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരും. ആൻഡ് എന്താണ് HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സുകളെല്ലാം UPSC ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ആരാണ് ഇത് ഇറക്കുന്നത്? അപ്പൊ UNDP ആരാണ് HDI ഇറക്കുന്നത്? എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്? HDI എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? സ്കോർ എത്രയാണ്? 0 to 1 ആണോ സ്കോർ? എങ്ങനെയാണ് ഇതിന്റെ സ്കോറിംഗ് പാറ്റേൺ? ആരാണ് ഇത് ഇറക്കുന്നത്? ആൻഡ് എത്ര കാറ്റഗറി ഉണ്ട്? ഇപ്പൊ ഹെൽത്ത് ഉണ്ടോ? ആൻഡ് ഈവൻ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ഉണ്ടോ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടോ? അപ്പൊ എന്താണ് HDI എന്ന് പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പാരാമീറ്റേഴ്സ്? ഹെൽത്ത് ആണോ നോക്കുന്നത്, എഡ്യൂക്കേഷൻ ആണോ നോക്കുന്നത്, അതോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണോ നോക്കുന്നത്? അപ്പൊ ഇതാണ് ബേസ് ചെയ്യുന്നത്. അപ്പൊ എത്ര സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ അടുത്ത് തന്നെ G20 നടന്ന മീറ്റിംഗിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്യൂച്ചർ സമ്മിറ്റ് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ SDG എന്ന് പറയുമ്പോൾ 2030 പ്രധാനപ്പെട്ട കുറെ ടാർഗറ്റും വെച്ച് തന്നിട്ടുണ്ട്. എന്താണ് ഈ SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾമോസ്റ്റ് 17ഓളം ഗോൾസ് ഉണ്ട്. അതിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ,
ഹെൽത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ നോക്കേണ്ടതാണ്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ബേസ് ചെയ്ത് വരുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ SDG ഗോളിൽ 17 നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും SDG 3, 4, എനിക്ക് തോന്നുന്നു അടുത്ത 8, അങ്ങനത്തെ കുറെ SDG ഗോളുകൾ, ഇതെല്ലാം ഈ പറയുന്ന ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ SDG ഗോളുകളുണ്ട്, 4, 8. സോ ഇതാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് കോൾഡ് ആസ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇതൊക്കെ താഴേക്ക് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതിലും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് എത്രത്തോളം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, ഇന്ത്യ ഒരു ബെറ്റർ പൊസിഷനിലാണോ നിൽക്കുന്നത്? ഇന്ത്യ ഇപ്പോഴും കഴിഞ്ഞ വർഷം നിൽക്കുന്നത് 134ാമത്തെ പൊസിഷനാണ്. 193 രാജ്യങ്ങളാണ്, 193 രാജ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ 134 എന്ന് പറയുന്നത് വളരെ മോശമാണ്. പല ഇൻഡെക്സിലും പറയുന്നത് ചൈനയെയും ബംഗ്ലാദേശിനെക്കാട്ടൊക്കെ മോശമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി UNDP ആണ് ഇത് കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഏതൊക്കെ SDG വരുന്നുണ്ട് കണ്ടോ, ഇതിൽ 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. ഇതെല്ലാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആയിട്ട് ബന്ധപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. നമ്മൾ പല രാജ്യങ്ങളെക്കാട്ടും പുറകിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ റാങ്ക് അനുസരിച്ച് 134 ആണ് ഇന്ത്യയുടെ റാങ്ക്. സോ അവർ തൊട്ടടുത്ത് കിടക്കുന്ന മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശിന് നമ്മളെക്കാട്ടും കൂടുതൽ സ്കോർ ഉണ്ട്. അപ്പൊ അതെന്താണ് ഇന്ത്യ ഇത്രയും ഗ്രോ ചെയ്തിട്ടും ആ ഒരു സംഭവം വരാത്തത്? പിന്നെ ജെൻഡർ ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 193 രാജ്യങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? ഇന്ത്യയിലാണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ജെൻഡർ ഗ്യാപ്പ് ഉള്ളതെന്നാണ് പറയുന്നത്. സോ അത്രയും വലിയ ജെൻഡർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ജെൻഡർ ഗ്യാപ്പ്? പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണത് ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത്? അതേപോലെ ഇൻകം ഇനീക്വാലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒന്ന് റാൻഡം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സോ GDI, ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സും കൂടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ട് ഇന്ന് എഡിറ്റോറിയലിൽ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ വാർത്തകളും അങ്ങനത്തെ കാര്യങ്ങളാണ്. നാഷണൽ ന്യൂസ് എടുത്താലും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ, അസാമിലുള്ള പാർട്ടികളെല്ലാം 6A വന്നതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ്, പടക്കം പൊട്ടിച്ചാണ് ആഘോഷിക്കുന്നത്. കാരണം അവർ വിശ്വസിക്കുന്ന സുപ്രീം കോടതി പറഞ്ഞ നല്ലതായി, എല്ലാവർക്കും സിറ്റിസൺ ആകാനുള്ള ഒരു അവസരം കൊടുക്കണം. 1971 എന്ന് പറയുന്ന കട്ട് ഓഫ് ഡേറ്റും കുഴപ്പമില്ലാത്തതാണ് എന്ന് അവരെല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അവർ അവർ ആക്ച്വലി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. സോ അതാണ് ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ സെക്ഷൻ 6A വിൽ ലെറ്റ് ഇമിഗ്രൻസ്, ഇത് മറ്റേ ജസ്റ്റിസ് JB പർദിവാല എന്ന് പറയുന്ന ജസ്റ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോറസ്റ്റ് 1 ഈ ഒരു ജഡ്ജ് ഇതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിന്നത്. അവള് പറയുന്നത് ഇത് നടപ്പിലാകില്ല, കാരണം ഇല്ലീഗൽ മൈഗ്രൻസ് ഇവിടെ തന്നെ താമസിക്കും. ഗവൺമെന്റ് ഇവരെന്തായാലും വോളണ്ടറിലി ഞാൻ ഇല്ലീഗൽ മൈഗ്രന്റ് ആണെന്ന് പറയില്ല. സോ സ്റ്റേറ്റ് ഇവരെ കണ്ടെത്തുന്നവരെ ഇവർ ഇല്ലീഗലായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് കണ്ടെത്താന്നുള്ളത്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്കും കൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഇല്ലീഗലായിട്ട് ഇവിടെ ഇരുന്ന് ഇലക്ഷനിൽ പങ്കെടുത്ത് അങ്ങനെ വരുമ്പോൾ സിറ്റിസൺഷിപ്പ് ലോ എന്ന് പറയുന്നതിന് ഒരു വിലയില്ലാണ്ടാവില്ലേ എന്നാണ് ഈ ജഡ്ജ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ ഇതാണ് ഇവിടെ റാൻഡംലി പറയുന്ന മേജർ ആയിട്ടുള്ള, അവർ വളരെ ഇതായിട്ടാണ് ഈ സെക്ഷനെ കാണുന്നത്. പിന്നെ 26 എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഇന്ത്യയും കാനഡയും വളരെ മോശം റിലേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാനഡ ഇന്ത്യക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വെക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവില്ല, സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. 26 എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എക്സ്ട്രഡിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും വാട്ട് ഇസ് എൻ എക്സ്ട്രഡിഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരുപാട് രാജ്യങ്ങളായിട്ട് എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു ക്രൈം ചെയ്തു. നിങ്ങൾക്ക് സിനിമയിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞ ഒരാൾ വലിയൊരു ക്രൈം ചെയ്തു. അയാൾ എന്ത് ചെയ്തു? അയാൾ എക്സ് എന്ന് പറയുന്ന രാജ്യത്തിൽ പോയി താമസിച്ചു. വേണ്ട, നമുക്ക് രാജ്യത്തിന് പേരിടാം. അയാൾ നമ്മൾ ആരും കാണാത്ത ഒരു രാജ്യത്തിൽ, സുറിനാം എന്ന് പറയുന്ന രാജ്യത്തിൽ പോയി എന്ന് വിചാരിച്ചു. അവിടെ പോയി ഒളിവിൽ താമസിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പോലീസ്, കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള പോലീസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മേജർ ആയിട്ടുള്ള പോലീസോ അല്ലെങ്കിൽ ഇന്റർപോളോ അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസിന് ഇവിടെ വന്ന് സുറിനാമി വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യ പറയാണ്, സുറിനാമിന്റെ അടുത്ത് പറയാണ്, ഈ പറയുന്ന ആളെ എന്ന് പറയുന്ന ആളെ ഞങ്ങൾക്ക് തിരിച്ചു വിട്ട് തരണം, ഇയാൾ കള്ളനാണ്, ഞങ്ങൾക്ക് ഇയാളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇയാളെ ജയിലിലിടണം എന്ന് പറഞ്ഞാൽ സുറിനാം ഗവൺമെന്റ് ഇത് കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അപ്പൊ ഇന്ത്യ പറയുന്നത് എന്താ? വി വോണ്ട് ടു extradite this man, we want to extradite A and make him come back to India and we have to prosecute him in India എന്ന് പറയുമ്പോൾ
ഇവർ സമ്മതിക്കണമെന്നില്ല. അപ്പൊ ഇന്ത്യക്ക് ചില രാജ്യങ്ങളായിട്ട് എക്സ്ട്രഡിഷൻ ഉണ്ട്. ആ എക്സ്ട്രഡിഷൻ ഉണ്ടെങ്കിലും ഇത് വിട്ടുകൊടുക്കണം നിർബന്ധമൊന്നുമില്ല, മുങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിയതാ. അപ്പൊ കാനഡ ഇങ്ങനത്തെ 26 എക്സ്ട്രഡിഷൻ, ഇന്ത്യ ഹാസ് ഷെയർ 26 എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് വിത്ത് കാനഡ, ഇൻക്ലൂഡിംഗ് ലോറൻസ് ബിഷ്ണോയി. ബാബ സിദ്ദിഖിനെ കൊന്ന് ഇപ്പൊ സൽമാൻ ഖാനെ കൊല്ലും, അങ്ങനെ കുറെ കേസൊക്കെ ഉണ്ടായിരുന്ന ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്ന അണ്ടർവേൾഡ് ഡോൺ, ആ അണ്ടർവേൾഡ് ഡോൺ കുറെ ആൾക്കാരുടെ ലിസ്റ്റ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രഡിറ്റ് ചെയ്യാൻ. പക്ഷെ കാനഡ ഇങ്ങനത്തെ there are several provisional arrest requests which are also pending with the Canadian side of the criminals. കാനഡ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ അവരെ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും എന്നാണ് ഇതാണ് ആ വാർത്തയാണ് അറിയുന്നത്. പിന്നെ ഈ കാനഡ കേസിൽ തന്നെ പ്രധാനപ്പെട്ട, ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസമായിട്ട് പറയുന്നുണ്ട്, 6 സെപ്പറേറ്റ് സിഖുകാർക്കെതിരെ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇപ്പൊ ഓൾറെഡി ഉള്ള ഖാലിസ്ഥാൻ ഗ്രൂപ്പിൽ ഇപ്പൊ ഹർദീപ് സിംഗ് നിജ്ജറിനെ കാനഡയിൽ കൊന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന ഗുർബത്തൻ സിംഗ് പന്നുൻ എന്ന് പറയുന്ന ഒരു US-ലുള്ള ഒരു ഖാലിസ്ഥാനി നേതാവ്, ആ പന്നുൻ എന്ന് പറയുന്ന ആളെയും കൊല്ലാൻ വേണ്ടി അസാസിനേഷൻ ശ്രമം ഇന്ത്യൻ ഏജൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരാളുടെ പേരിന്റെ കൂടെ തന്നെ there is a man called CC1 എന്നാണ് അവർ വിളിക്കുന്നത് അമേരിക്കൻസ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇന്ത്യ നടത്തുമ്പോൾ അവർ പറയുന്നത് ഇപ്പൊ അവരെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല, അവരിപ്പോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെന്നില്ലേ. അപ്പോൾ അവർ പേര് പറയുന്നുണ്ട്. മിസ്റ്റർ മില്ലർ വാസ് റെഫറിംഗ് ടു an individual identified as CC1 in November 2023. ഗുർപത്വന്ത് സിംഗ് പന്നുൻ who was India designated terrorist and prominent. ഇന്ത്യ ആളെ ടെററിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗുർപത്വന്ത് സിംഗിനെ ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആണ് വിളിക്കുന്നത്. CC1 ഡയറക്ടർ ദ പ്ലോട്ട് ആൻഡ് ഇയാളെ കൊല്ലാൻ വേണ്ടിയുള്ള സംഭവം നടത്തി. പക്ഷെ ഇപ്പൊ അവർ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി അല്ല വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ അഗൈൻ ആ വാർത്ത അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനത് ഷെയർ ചെയ്തേ ഉള്ളൂ. ആൻഡ് അടുത്തത് പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് റിട്ടയർമെന്റിലേക്ക് പോവാണ്. നവംബർ 10 അദ്ദേഹം റിട്ടയർ ആവുന്നത്. തകർത്താണ് അദ്ദേഹം കേസുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കധികം കേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സക്സസർ എന്ന് പറയുന്നത് സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹം 2025 മെയിൽ റിട്ടയർ ആവും. സോ അത്ര കുറച്ച് സമയമുള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം വരുമ്പോൾ ചന്ദ്രചൂഡ് റിട്ടയർ ആയി പോകുന്നു എന്നുള്ള ഇതിൽ നിന്നും പോളിറ്റിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. നാളെ ക്വസ്റ്റ്യന് പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്, ആരാണ് എലക്ട് ചെയ്യുന്നത്? ചോദ്യം നമ്പർ 1. അദ്ദേഹത്തിന്റെ ടെന്യൂർ എന്താണ്? ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഹി ലുക്സ് വെരി യങ്, കാണാൻ ഭയങ്കര ചെറുപ്പക്കാരനെ പോലെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സ് വരെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കുക? 60 വയസ്സാണോ, 65 വയസ്സാണോ, 62 വയസ്സാണോ എന്നൊക്കെ ചോദിച്ചാൽ എത്ര വയസ്സ് വരെ ആയിരിക്കും ഒരാൾക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുക? ചീഫ് ജസ്റ്റിസിനെ എങ്ങനെ റിമൂവ് ചെയ്യും? വെറുതെ അങ്ങ് നാളെ തൊട്ട് വരണ്ടെന്ന് പറയാൻ പറ്റും? അപ്പൊ എന്താണ്, ഇംപീച്ച്മെന്റ് ആണോ, റിമൂവൽ ആണോ? ആര് റിമൂവ് ചെയ്യും? പ്രസിഡന്റ് ആണോ റിമൂവ് ചെയ്യുക? റിമൂവൽ നോക്കി വെക്കുക. ചീഫ് ജസ്റ്റിസ് ഇനി റിട്ടയർ ആയി നവംബർ 10 ശേഷം ചന്ദ്രചൂഡിന് ഇനി എന്ത് ചെയ്യുക? ആൾക്ക് ഏതൊക്കെ ബോഡിയിൽ പ്രിസൈഡ് ചെയ്യാൻ പറ്റും? ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, അതോ ഒന്നിനും ഇനി പങ്കെടുക്കാൻ പറ്റില്ല? ഇനി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ജഡ്ജായിരുന്നല്ലോ, ഇനി വേണമെങ്കിൽ പിന്നീട് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി ഏതൊക്കെ പൊസിഷനിലേക്ക് റീ അപ്പോയിന്റ്മെന്റ് എടുക്കാം? ഞാൻ ഈ പറയുന്നൊക്കെ ഒന്ന് എഴുതി എടുക്കട്ടോ, കാരണം വെറുതെ ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇങ്ങനെ നാളെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും പോളിറ്റിന്ന് ജുഡീഷ്യറിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നല്ലേ. സോ ഐ എം ആസ്കിങ് യു, ഗോ ബാക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് പോളിറ്റി വെച്ചിട്ട് ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ഇത്രയും ഏരിയാസ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഓക്കെ. സോ ഏതൊരു MLA നാഷണൽ ആന്തത്തിന് എണീറ്റിൽ പറഞ്ഞ കേസ് എടുത്തു ജമ്മു കാശ്മീരിൽ ജനഗണമനയ്ക്ക്. ഇപ്പൊ തിയേറ്ററിലും പണ്ടത്തെ പോലെ നാഷണൽ ആന്തം പ്ലേ ചെയ്യാറില്ല. പിന്നെ ഉള്ളത് അഗെയിൻസ്റ്റ് നവാസ് ഷെരീഫ്, പാകിസ്ഥാനി. ജയശങ്കർ SCO വിസിറ്റ് ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റിന് SCO സമ്മിറ്റിന് പോയിരിക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ പറയുകയാണ് SCO എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ പോയത് ഇന്ത്യ പാകിസ്ഥാന്റെ മീറ്റിംഗ് നടത്തിയില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി അവർ തമ്മിൽ ഒരു മീറ്റിംഗ് നടത്തിയത് നല്ല കാര്യമാണ്. പഴയ പ്രൈം മിനിസ്റ്റർ ആണ് നവാസ് ഷെരീഫ് പറയാണ്, പണ്ട് അടൽ ബിഹാരി വാജ്പേയി തുടങ്ങി വെച്ച ട്രേഡ്, കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഒന്നേന്ന് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു പോസിറ്റീവ് ഫീൽഡിലാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ക്രിക്കറ്റ് ഡിപ്ലോമസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഈസ് ക്രിക്കറ്റ് ഡിപ്ലോമസി ഇൻ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ? അതെപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഉയർന്നു വരുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അടുത്ത ചാമ്പ്യൻസ് ട്രോഫിക്കും ഇന്ത്യനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജോയിന്റ് ആയിട്ടുള്ള ടൂർണമെന്റ്സിലും പങ്കെടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ്
അപ്പോൾ ക്രിക്കറ്റ് ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോൾ ക്രിക്കറ്റ് കളിച്ചാലും അതും ഡിപ്ലോമസി കൊണ്ടുവരാൻ വേണ്ടി നല്ലൊരു അതാണ്. സോ ദാറ്റ് ഇസ് വൈ പീപ്പിൾ കോൾ ക്രിക്കറ്റ് ഡിപ്ലോമസി ആസ് എ പാർട്ട് ഓഫ് ഇന്ത്യ പാക് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ആൻഡ് ഇനി അടുത്തത് എല്ലാം പൊളിറ്റിക്കൽ വാർത്തകൾ കഴിഞ്ഞാൽ യെസ്, ഇവിടെ വരുന്ന ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടത്. BJP മേക്സ്, ഇത് പൊളിറ്റിക്കൽ വാർത്തയാണെങ്കിൽ പോലും നരേന്ദ്രമോദി അഭിധാമ ദിവസ് എന്ന് പറയുന്ന നരേന്ദ്രമോദി ഡ്യൂറിങ് ഇന്റർനാഷണൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിസത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു ഇതാണ്. കാരണം ക്ലാസിക്കൽ ലാംഗ്വേജ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. മറാഠി ക്ലാസിക്കൽ ലാംഗ്വേജ് ആയില്ലേ, പാലി സന്താലി ഒക്കെ ആയോ, മൈഥിലി ആയോ. അപ്പോൾ ഇങ്ങനത്തെ കുറെ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് പല ലാംഗ്വേജസിന് കൊടുത്തു. അതിൽ നിയമത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും പാലി എന്ന് പറയുന്ന ഭാഷയ്ക്ക് സ്റ്റാറ്റസ് കിട്ടി. സോ പാലി എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ വിച്ച് മച്ച് ഓഫ് ദ ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചർ ഇസ് ഫൗണ്ട് ഇൻ പാലി. സിവിൽ സർവീസിന് പണ്ട് പാലി എടുക്കായിരുന്നു കേട്ടോ, പാലി എന്ന സബ്ജക്ട് എടുക്കുക. പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ അങ്ങനെ പാലി എടുക്കാൻ പറ്റില്ല, അങ്ങനെ എടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് ഭയങ്കര പണ്ട് ആൾക്കാർ തമാശയ്ക്ക് പറയുന്നു പാലി ഓപ്ഷൻ എടുത്താൽ മതി എന്നല്ലേ, കാരണം അത് എളുപ്പമാണ്. തമാശയ്ക്ക് പറയും, കാരണം പഠിപ്പിക്കുന്ന ഒരാളെ ഉള്ളൂ പാലി പഠിപ്പിക്കാൻ ഡൽഹിയിൽ. ആള് തന്നെ പഠിപ്പിക്കും, ആള് തന്നെ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിടും, ആള് തന്നെ പേപ്പർ കറക്റ്റ് ചെയ്യും, കാരണം വേറെ ഒന്നും പഠിപ്പിക്കാനില്ലല്ലോ. അപ്പോൾ പാലി എന്ന് പറയുമ്പോൾ, ജോക്സ് അപ്പാർട്ട്, പാലി എന്ന് പറയുമ്പോൾ ഈ ലാംഗ്വേജ് എന്താണെന്ന് ഹിസ്റ്റോറിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് മഹാരാഷ്ട്രയിലുള്ള അംബേദ്കറിന്റെ മൂവ്മെന്റും കൂടെ ബന്ധപ്പെടുത്താൻ നമുക്ക്. അംബേദ്കർ ലാസ്റ്റ് ബുദ്ധിസ്റ്റിലേക്ക് പോകുന്ന സമയത്തും അംബേദ്കറിലെ മേജർ ആയിട്ട് more than 50% of 50% of more scheduled caste people in Maharashtra are either Buddhist. സോ അതിന്റെ ഒരു ഇലക്ഷന് വേണ്ടിയാണെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. അതാണ് ഞാൻ അവിടെ കൃത്യമായിട്ട് ആ പോയിന്റ് എടുത്തത്. പിന്നെ ഇതിനെ അടുത്ത് നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പിന്നെയും ട്രെയിൻ ഡിറെയിൽമെന്റ് സംഭവിച്ചു. അപ്പൊ ഇവിടെയും എന്താണ് കവച്, ട്രെയിൻ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി പ്രൊട്ടക്ഷൻ. അപ്പൊ ലിങ്ക്മെൻ ഹോഫ് ബോഷ് എന്ന് പറയുന്ന LHB കോച്ചസ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പിന്നെയും കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ഈ ട്രെയിൻ ആർക്കും ഒന്നും സംഭവിച്ചില്ല, പക്ഷെ ട്രെയിൻ പടം കണ്ടോ ഡിറെയിൽ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡിറെയിൽമെന്റ് വരുമ്പോൾ ശരിക്കും റെയിൽവേ ഉത്തരവാദിത്തം എടുക്കണ്ട. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വരുന്നുണ്ട്. അപ്പൊ റെയിൽവേയുടെ സെക്യൂരിറ്റി, ട്രെയിനിൽ പോകാൻ ഇനി ആൾക്കാർക്ക് പേടിയായോ, അപ്പൊ അതും നമ്മളിവിടെ നോക്കേണ്ടതാണ്. പിന്നെ അഡ്വാൻസ്, ഇന്ന് മൊത്തം റെയിൽവേ റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. റെയിൽവേ ബോർഡ് പറഞ്ഞിരിക്കുകയാണ് ഇനി 120 ദിവസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടി വേണ്ട, 60 ദിവസം മതി. കാരണം ഈ 120 ദിവസം മുന്നേ ബുക്ക് ചെയ്യും, പിന്നെ ക്യാൻസൽ ചെയ്യും, പിന്നെ അവസാനം ആ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാതാവുമ്പോൾ റെയിൽവേക്ക് ഒരുപാട് ലോസ് വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ 60 days ആയിട്ട് കുറച്ചു എന്നുള്ളതാണ് റിസർവേഷൻ. ഇനി 60 ദിവസത്തിന് മുന്നേ ബുക്ക് ചെയ്താൽ മതി, 120 ദിവസം മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതൊരു വാർത്തയും കൂടെ ഉണ്ട്. ഇത് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് എന്നില്ല, സെന്റർ ഹാസ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ടു സ്റ്റേ ഫോർ PF സബ്സ്ക്രൈബേഴ്സ്. ഇതിൽ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എന്താണ് EDLI, എന്താണ് EDLI, പിന്നെ എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് EPFO എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസിനും അതും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്താണെന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. സോ സെന്റർ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. EP, അതായത് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുന്ന ആൾക്കാർക്കെല്ലാം എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സ്കീം വരികയാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ X എന്ന് പറയുന്ന ഒരാൾ, ഒരു ഗവൺമെന്റ് EP പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം സർവീസ് ഇരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തിന് എത്ര സർവീസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മരിച്ചതിന് ശേഷം ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഒരു ഫണ്ട് പോലെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിന്റെ ഇത്ര %, 12% ആണോ EPF എന്ന്, ഇത്ര ശതമാനം നിങ്ങൾ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ ജോലിക്ക് വെച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥനും എംപ്ലോയറും ഒരു നിശ്ചിത തുക നിങ്ങളുടെ ഇതിലേക്ക് ഒരു DA കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് EPFO എന്നുള്ളത് ഇമ്പോർട്ടന്റ്. സോ EDLI വാസ് ലോഞ്ച്ഡ് ഇൻ 1976 കൊണ്ടുവന്നത്. ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ടു EPFO members and to ensure that family members get financial assistance in case of death of the member. സോ പല സ്കീമുണ്ട്, 1.5, 6 lakh to 2.5, അങ്ങനെ ഒരുപാട് സ്കീമിലേക്കാണ് ഇത് വരുന്നത്. 7 lakh ആക്കിയിട്ട് എൻഹാൻസ് ഫ്രം 1.5 to 6 lakh and 2.5 to 7 lakhs in 2007. 7 ലക്ഷം വരെ അത് കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. ഈ സ്കീം എൻഹാൻസ് ഫ്രം ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ്സ് ഒക്കെ കൂട്ടിയിട്ടാണ് ഇതിപ്പോൾ ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ടത് ഒരു ന്യൂസ് എന്ന് പറയുന്നത് ബോംബ് ഹോക്സ് കേസ്. ഇനി എയർപോർട്ടിൽ ബോംബ് വെച്ച് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നോ ഫ്ലൈ ലിസ്റ്റ് വരും, പിന്നെ നിങ്ങൾക്ക് പറക്കാനേ പറ്റില്ല. അത് ഇന്ത്യക്ക് കൊണ്ടുവരാൻ എയർക്രാഫ്റ്റ് ആക്ട് 1934 ആണ് എയർക്രാഫ്റ്റ് ആക്ട് 1937. ലോ മിനിസ്ട്രി പറയുന്നതാണ്. ഇത്രയും ആക്ടുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. വൺ ഈസ് ദ
Aircraft Act 1934 and Aircraft Rules 1937, and there is one more, Civil Aviation Act 1982. Life imprisonment for threatening safety for അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത ലൈഫ് സിവിൽ ഏവിയേഷൻ ആക്ട് 1982 അനുസരിച്ച് നല്ല പണി കിട്ടും. സോ നോ ഫ്ലൈ ലിസ്റ്റ് നിങ്ങൾക്ക് പറക്കാൻ എവിടെയും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബോംബ് ത്രെറ്റ് എയർപോർട്ടിൽ വരുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. പിന്നെ സുപ്രീം കോടതി അഗെയിൻ ക്വസ്റ്റ്യൻസ് ദ ലോജിക് ബിഹൈൻഡ് എക്സെപ്ഷൻ ടു മാരേജ് മാരിറ്റൽ റേപ്പ് ഇൻ പീനൽ ലോ. സോ ഇത് husband demands sexual intercourse, wife resists. If she is wrongfully confined, she is threatening and criminal intermediate. So ഇത് മൊത്തം പോകുന്ന ആർട്ടിക്കിളിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇതിന്റെ ഒരു കോൺട്രവേഴ്സി ഞാൻ ഇത് തന്നെ പറയാം. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, എയും ബിയും കല്യാണം കഴിച്ചു, ബി ഇസ് ദ വൈഫ്. സോ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചതിന് ശേഷം സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതാണ് ഇതൊരു ഹോളി അലയൻസ് ആണ്, ഇതൊരു ഡിവൈൻ അലയൻസ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ എയും ബിയും കല്യാണം കഴിച്ചു, എ ആൻഡ് ബി ക്യാൻ ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ്, ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ വൈഫിന് സമ്മതമില്ലാതെയാണ് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നതെങ്കിൽ നോർമൽ കോഴ്സിൽ അത് റേപ്പായി മാറും. ഭാര്യയും ഭർത്താവും അല്ല, അപ്പോൾ അത് പീഡനമല്ല, ഇറ്റ് ആക്ച്വലി റേപ്പ്. അവരെ കോഴ്സ് ചെയ്തിട്ട് മനഃപൂർവ്വമാണ് സെക്ഷലി അസോൾട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് റേപ്പ് അല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞാൽ മാത്രം അത് റേപ്പ് അല്ല. അതാവുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. പലതരം വ്യൂസ് ഉണ്ട്. കുറെ ആൾക്കാർ പറയുന്നത് ഇറ്റ് ഇസ് ദ റൈറ്റ് ഓഫ് ദ ഹസ്ബൻഡ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ റേപ്പായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ, ഭാര്യമാരെല്ലാം ഇതെല്ലാം ഹസ്ബൻഡ്സിനെതിരെ മിസ്യൂസ് ചെയ്യില്ലേ? എല്ലാവരും റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ പാടല്ലേ? ഇനി കുറെ ആക്ടിവിസ്റ്റുകളും കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. കാരണം കല്യാണം കഴിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, സമ്മതമില്ലാതെ അസോൾട്ട് ചെയ്യാൻ, സമ്മതമില്ലാതെ സെക്ഷൽ അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ അത് റേപ്പ് തന്നെയാണ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ യുവർ തോട്ട്സ് ആക്ച്വലി? ഇത് പല കോടതി മാത്രമല്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് protecting a married woman from rape would not destroy the institution of marriage. Marriage is not personal and not institutional. Sexual choices and consent are essential attributes of autonomy. അത് സെക്ഷൽ ചോയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഹസ്ബൻഡിന്റെ റൈറ്റ് ആണോ വൈഫ്? ഇതൊരു ചോദ്യം കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഡെഫിനിഷൻ ഓഫ് റേസ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. സെക്ഷൽ ഓട്ടോണോമി ഇസ് അറ്റ് ദ കോർ ഓഫ് ദ ഗ്യാരണ്ടീഡ് ഫ്രീഡംസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ടേക്കിംഗ് അവേ ത്രൂ മാരേജ് ഇസ് antithetical to constitutional value. A woman's sexuality is not purely a physiological attribute. Even in the most private instance of marriage, the individual does not lose her dignity. So ഇത് ആലോചിക്കേണ്ടതാ. Is wife the right of the husband? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാട്ടോ താഴെ. ഐ വുഡ് ലവ് ടു റീഡ് യുവർ ഒപ്പീനിയൻസ് ഓൾസോ. ശരിക്കും ശരിയാണോ? ഡു യു തിങ്ക് വിമൻ ഇസ് ദ റൈറ്റ് ഓഫ് ദ മാൻ? അപ്പൊ അതുകൊണ്ട് ഇതെന്ത് കല്യാണമാണെങ്കിലും അവർക്കും റൈറ്റ് ഉണ്ട്. സെക്ഷൽ ഇത് എ ചോയ്സ് എന്നാണ് പറയുന്നത്. ഇത് കോടതിക്കും പർദിവാല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സംഭവങ്ങൾ വരുന്നുണ്ടോ? ഇത് രണ്ട് വശമുണ്ട്. ഏതാണെന്നുള്ളത് നമുക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവം, ലെറ്റ്സ് ഗോ ഇൻ ടു ദ ബിസിനസ് പേജ്. എക്കണോമിക്സ് പേജിൽ മേജറായിട്ട് വരുന്നത് നമുക്ക് ഇന്ന് ടൊമാറ്റോയുടെ പ്രൈസ് വില കൂടി എന്നാണ് പറയുന്നത്. ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വാർത്ത. ടൊമാറ്റോയുടെ വില കൂടിയെന്നാണ്. ടൊമാറ്റോ സ്റ്റോക്ക് ഫ്രഷ് ഫിയർ ഓഫ് ഫുഡ് ഇൻഫ്ലേഷൻ സ്പൈക്ക് ദിസ് മന്ത്. നല്ലോണം വില കൂടി. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നു. അപ്പോൾ അഗെയിൻ എന്താണ് ഫുഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ബേസിക് പ്രൊമൈസിലേക്ക് ഞാൻ എക്കണോമിക്സിൽ പിന്നെയും കൊണ്ടുവരികയാണ്. ഇതേ ടോപ്പിക്കിൽ തന്നെ മാത്രം എന്തുകൊണ്ടായിരിക്കും ടൊമാറ്റോയുടെ പ്രൈസ് കൂടുന്നത്? ഒന്ന്, വെതർ പാറ്റേൺ സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ഉണ്ട്, വെതർ പാറ്റേൺ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് സപ്ലൈ ഭയങ്കര ഹൈ ആയിരിക്കും, കുറേ ടൊമാറ്റോ വരും, അപ്പോൾ ആ സമയത്ത് ആർക്കും വേണ്ട. പിന്നെ കുറേ കഴിയുമ്പോൾ ടൊമാറ്റോയുടെ കൾട്ടിവേഷന് പ്രശ്നം വരും, ടൊമാറ്റോയുടെ ഡിമാൻഡ് കൂടും. ചിലപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ ഈ ഫെസ്റ്റിവൽ ഫുഡ് ഇൻഫ്ലേഷൻ എപ്പോഴും ഇതാണ്. ഈ ഫെസ്റ്റിവൽ സീസണും കാര്യങ്ങളും വരുമ്പോൾ ഫുഡിന് ഡിമാൻഡ് കൂടും. ടൊമാറ്റോ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ വേണ്ട സപ്ലൈ ഉണ്ടാവില്ല, അപ്പോൾ എന്ത് ചെയ്യും? ടൊമാറ്റോയുടെ വില കൂടും. സോ ഇതിങ്ങനെ അഗ്രികൾച്ചറിന്റെ പ്രോബ്ലം കൊണ്ട് വരാം, ക്ലൈമറ്റ് ചേഞ്ചും സീസണാലിറ്റി കൊണ്ടും പല കാര്യം കൊണ്ടും ടൊമാറ്റോയുടെ വില കൂടാം. സോ ഇൻഫ്ലേഷൻ വരുമ്പോൾ തിരിച്ചു ഞാൻ ഇടുകയാണ് എക്കണോമിക്സിന്റെ ചോദ്യം. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, കോസസ് ഓഫ് ഇൻഫ്ലേഷൻ, ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ, പിന്നെ RBI എങ്ങനെയാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത്? ഇതൊക്കെ പ്രിലിംസിന് എത്രയോ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വേണമെങ്കിൽ ആ ഏരിയയിലേക്ക് നിങ്ങൾ സമയമെടുത്ത് കണ്ടെത്താം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഉസൂരിയസ് RBI ഓർഡേഴ്സ് ഉസൂരിയസ് പ്രൈസിങ്. ഈ ഉസ്രി എന്ന് പറയുന്ന തന്നെ പഴയ മണി ലെൻഡിങ്ങിനെ പറയുന്ന പേരാണ് ഉസ്രി. പഴയ ഏൻഷ്യൻ ടൈമിൽ ഉസ്രി എന്ന് പറയുന്ന തന്നെ പൈസ കടം കൊടുക്കുക അല്ലെങ്കിൽ പൈസ പലിശയ്ക്ക് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. മണി ലെൻഡേഴ്സാണ് ഉസ്രി എന്ന് വിളിച്ചിരുന്നത്.
NBFCs എന്താണ് നിങ്ങൾക്കറിയാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. നിങ്ങൾക്ക് എന്താണ് NBFC അറിയില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ മണപ്പുറം, മുത്തൂട്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട്, അത് ബാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ ബാങ്ക് ആണോ, അത് സെൻട്രൽ ഗവൺമെന്റ് RBIയുടെ ഷെഡ്യൂളിലൊക്കെ ഉള്ള ബാങ്ക് ആണോ, പക്ഷേ അത് NBFC ആണ്. അവർക്കും ലെൻഡ് ചെയ്യാം, പക്ഷേ ലിമിറ്റ് ഉണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പോൾ NBFCസിന്റെ ഗുണം എന്താണ്? NBFCs RBI 3 ദിവസം കൊണ്ട് മുന്നേയും കൂടെ വാൺ ചെയ്തതേ ഉള്ളൂ. NBFCസിന് തോന്നിയ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോളിസി മാറ്റിക്കൊണ്ടിരുന്നാൽ RBI വിൽ ഹാവ് ടു ടേക്ക് വെരി സ്ട്രിഞ്ചന്റ് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഒരു സെൽഫ് വർക്ക് ചെയ്യേണ്ടത്, എന്താണ് NBFCs, ബാങ്കിന് ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, RBI പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അവരെ, അതോ ഇവർ തോന്നിയ പോലെ NBFC തുടങ്ങാൻ പറ്റുമോ ഇന്ത്യയിൽ? RBIയുടെ മാൻഡേറ്റ് വേണ്ടേ? അപ്പോൾ ഇതിൽ കുറേ NBFCസിനെ ഇവർ വാൺ ചെയ്യുന്നുണ്ട്. അതിൽ പേരുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അവർ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള NBFCനെക്കാട്ട് ആവശ്യമുള്ള UPSC പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു കാര്യം ഇവിടെയുണ്ട്. അത് നിങ്ങളിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വാട്ട് ഈസ് വോളർ? WALR എന്ന് പറയുന്നത് എന്താണെന്ന് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് ഈ WALR എന്ന് പറയുന്നത്? വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ്. വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ്? നമ്മൾ ബാങ്കിന്റെ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും SLR എന്നൊക്കെ പറയുന്ന പോലെ വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ബാങ്കുകൾ തന്നെ, NBFC തന്നെ, നിങ്ങളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും, നിങ്ങളും നിങ്ങളുടെ 4 ഫ്രണ്ട്സും കൂടെ ബാങ്കിൽ പോയി ഒരേ ലോൺ എടുത്തു. ചിലപ്പോൾ നിങ്ങൾ 4 പേർക്കും ഒരേപോലത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ബാങ്ക് തരിക. നിങ്ങളുടെ ക്രെഡിറ്റ് വർത്തിനെസ്, നിങ്ങളുടെ സിബിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ എത്ര വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ട് ഒരേ ലോൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരേ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 4 പേർക്കും 4 ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 ഇൻട്രസ്റ്റ് ഒക്കെ വെക്കുമ്പോൾ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാലർ വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്നും കൂടെ നമ്മൾ കണ്ടെത്തണം. ഇത് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നോക്കണം. നമ്മളിത് ചെറിയ ആർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ മിസ് ചെയ്യരുത്. പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് WALR ഓർ വാലർ? അത് എടുത്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പം തന്നെ അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ പ്ലീസ് ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ അതാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള വാർത്ത. ഇന്റർനാഷണൽ ഇതിലും നമുക്ക് അഗൈൻ മാപ്പ് ബേസ്ഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൂത്തി ഫെസിലിറ്റീസ് എന്താണ്? ഹു ആർ ദ ഹൂത്തീസ് ആൻഡ് യമനീസ്? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യമനി എവിടെയാണ്? അപ്പോൾ അഗൈൻ മാപ്പിൽ കൊണ്ടുവരേണ്ടതാണ്. ഇന്നലെ ചോദ്യം ചോദിച്ചത് മാപ്പ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അത് പ്രീമിയർ ചെയ്ത സമയത്ത് കമന്റ് വന്നുകൊണ്ടാണ് കമന്റിൽ കാണാത്തത്. അത് പ്രീമിയർ വീഡിയോ ലൈവ് പോയതുകൊണ്ടാണ് നിങ്ങൾ ആ കമന്റ് വരാത്തത്. ഞാനത് ചാറ്റ് എടുത്ത് നോക്കിയായിരുന്നു. മാപ്പ് സീരീസ് ഡെഫിനറ്റ്ലി, ഞാൻ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് കോഴ്സിൽ എല്ലാ ക്ലാസ്സിലും ഒരു മാപ്പ് സീരീസ് എന്ന രീതിയിലാണ് പോകുന്നത്. എല്ലാ ക്ലാസ്സിലും ഒരു രാജ്യത്തിന്റെ, ന്യൂസിലുള്ള രാജ്യത്തിന്റെ ബോർഡർ നമ്മൾ പഠിക്കാറുണ്ട്. സോ ബോർഡർ ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഡെഫിനറ്റ്ലി യമന്റെ ബോർഡർ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ആരാണ് ഹൂത്തീസ് എന്നുള്ളത്, ആൻഡ് അതും ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് റിഗാർഡിങ്, പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് താലിബാൻ, അഫ്ഗാനിസ്ഥാൻ, പ്രധാനപ്പെട്ട ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നിട്ടുണ്ട്. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ, ഞാനിപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചതിൽ ഇറങ്ങാൻ പോകുന്ന കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കാണാവുന്ന ടോപ്പിക്കുകളാണ്. സൗത്ത് ചൈന സീ എന്താണ്, നോബൽ പ്രൈസിന്റെ വീഡിയോ, അതേപോലെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താണെന്നുള്ളത് വീഡിയോ കൂടി ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഓരോ ദിവസം ഇന്ന് പറഞ്ഞു നാളെ ഇമ്മീഡിയറ്റ്ലി വീഡിയോ ഇടാൻ പറ്റാതെ നിങ്ങൾ ടെൻഷൻ, ഞാൻ ഇത് ഇടാത്തത് കൊണ്ടല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ ഇന്ന് വീഡിയോ ഇട്ട് ഞാൻ ഇന്ന് ഇട്ടില്ല എന്നില്ലേ. സോ ഇറ്റ്സ് ടേക്കിംഗ് സം ടൈം. അത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഉറപ്പായിട്ടും ഇടുന്നുണ്ട്. സോ സൗത്ത് ചൈന സീ, നോബൽ പ്രൈസ് ആൻഡ് ഷെയ്ഖ് ഹസീന ഇമ്മീഡിയറ്റ്ലി തന്നെ അടുത്ത ഫ്യൂ ഡേയ്സിൽ തന്നെ അത് വരുന്നതായിരിക്കും. സോ ഇൻസ്റ്റന്റ് ആയിട്ട് ഇടാനുള്ള ഒരു ചെറിയ പ്രിപ്പയർ ചെയ്ത് അത് പഠിക്കാനുള്ള ഒരു ചെറിയൊരു ടൈം എടുക്കുന്നതുകൊണ്ടാണ്. സോ ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അതേപോലെ ലാസ്റ്റ് സൗദി അറേബ്യ ഒരു പുതിയ ഡിജിറ്റൽ ലോഞ്ചസ് ന്യൂ ഡിജിറ്റൽ സ്പേസ് ഫോർ വേജ് പ്രൊട്ടക്ഷൻ. ഇന്ത്യയിലുള്ള ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നതാണ്. എൻഷുർ എ മോർ സെക്യൂർ വർക്കിംഗ് കണ്ടീഷൻ ഫോർ ഫോറിൻ വർക്കേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് ഫ്രം ഇന്ത്യ. സോ അതിന് സൗദി പ്ലാൻ ചെയ്യുന്നുണ്ട്. വിഷൻ ഓഫ് 2030 കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ അവർ കൊണ്ടുവന്ന പുതിയ ന്യൂ ലേബർ ലോസ് ഇൻ സൗദി അറേബ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ്സ് കോൾഡ് മുസാനെറ്റ്. പറയുന്നത് ശരിയാണോ, പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് 10 ആഫ്രിക്കൻ കൺട്രീസ്, സുഡാൻ, എത്യോപ്യ, ഉഗാണ്ട, ഈജിപ്റ്റ്, കെനിയ പോലത്തെ രാജ്യങ്ങളെ, ഏഷ്യൻ കൺട്രി ഇന്ത്യ, ബാംഗ്ലാദേശ്, പാകിസ്ഥാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മുസാനെറ്റ് എന്ന് പറയുന്നത്. സോ ഫോറിൻ വർക്കേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് വർക്ക് സെക്ടർ, ഈ അവിടെ ചെയ്യുന്ന ഫോറിൻ വർക്കേഴ്സിനെല്ലാം
they can check the existing employment contracts and follow updates ഈ മൊസാദിനെ ത്രൂ എല്ലാ ഡീറ്റെയിൽസും അതിന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കോൺട്രാക്ട് ഇൻഷുറൻസും ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഈ മൊസാദിനത്ത് എന്ന് പറയുന്ന ലേബർ ആപ്പാണത്. അപ്പോൾ അത് സൗദി അറേബ്യ ഇറക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ മേജർ ആയിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ. രാജ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ഇഫ് യു വാച്ചിങ് ദിസ് വീഡിയോ ലൈവ് ആൻഡ് ഇന്ന് 7 o'clock നമ്മുടെ അടുത്ത ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ ലൈവ് ക്ലാസ് ഉണ്ട്. ഞാൻ ഇതിൽ നമ്മൾ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഇതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ കുറേ ടോപ്പിക്കുകൾ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. സോ കീപ് വാച്ചിങ് IAS ഫാക്ടർ ആൻഡ് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ പഠിച്ചിട്ട് ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പഠിക്കാനുള്ള സമയം മാത്രം തന്നാൽ മതി. ഓക്കെ, കീപ് വാച്ചിങ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഓഫ് IAS ഫാക്ടർ. നമ്മുടെ ക്ലാസ്സിന്റെ ഇതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഒരുപാട് പേര് ക്ലാസ്സസിന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഐ എം ഗെറ്റിംഗ് ഗുഡ് എൻറോൾമെന്റ്. സോ താങ്ക് യു. ആൻഡ് ഇനിയും കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഓപ്പൺ ആണ്. മിസ്സായി പോയ ക്ലാസ്സുകൾ ടെൻഷൻ അടിക്കേണ്ട, ആപ്പിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് കാണാൻ പറ്റും. ലൈവ് മിസ്സായി പോകുന്ന ഒരുപാട് പേർക്ക് ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ട് മിസ്സായി പോയ പിന്നെ കാണുന്നുണ്ട് അവർ. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ CSATും റീസ്റ്റാർട്ട് റിവിഷൻ ബാച്ചും ഉണ്ട്. സോ പ്ലീസ് ലെറ്റ് us know if I can help you. Keep watching IAS Factor. Thank you so much. Keep studying well.